അയ്യോ 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 ആ ഇൻട്രോ ഉണ്ടല്ലോ അത് ആക്ച്വലി കുറച്ച് വില്ലൻ സ്റ്റൈലിൽ ഞാൻ ആ ഇൻട്രോ തുടങ്ങിയാണ് ആക്ച്വലി. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോയതായിരുന്നു. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ആൾക്ക് ഞാൻ ബിസിനസ് കൊടുത്തിരുന്നു. ആ ബിസിനസ്സിൻ്റെ എൻ്റെ ബിസിനസ്സിൻ്റെ ആക്ച്വലി കാര്യം പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പൈസ കിട്ടാണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ഈ പൈസ കിട്ടാണ്ടായിരുന്നു. അപ്പോൾ ആ പൈസ വസൂലാക്കാൻ വേണ്ടി പോയതുണ്ട് മേടിക്കാൻ വേണ്ടി. ഞാനൊരു ചെറിയൊരു വില്ലൻ ടച്ച് അതിലിട്ടൊന്നും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് വീഡിയോ എഡിറ്റിങ്ങും വീഡിയോ റെക്കോർഡിങ്ങും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ചെറിയൊരു ഇൻട്രോ ഒരു വില്ലൻ സ്റ്റൈലിൽ കൊടുത്തത്. എനിക്കത് അത്ര നന്നായിട്ടൊന്നുമില്ല, എന്നാലും ചെറിയൊരു ഇൻട്രോ സ്റ്റൈലിൽ ഞാനങ്ങോട്ട് കൊടുത്താണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ എൻ്റെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് എൻ്റെ ക്യാഷ് കിട്ടേണ്ടത് കളക്ട് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു. അവർക്ക് പേയ്മെൻറ്റ് കിട്ടി, പക്ഷേ അവരുടെ അക്കൗണ്ടിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു വെനസ്ഡേ ആകുമ്പോഴത്തേനും എല്ലാതും ക്ലിയർ ചെയ്യാം. അപ്പോൾ വെനസ്ഡേ എനിക്ക് എൻ്റെ പേയ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഫൈനും ഫീസും ഇതൊക്കെ ഉള്ളത് കേസൊക്കെ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു നെക്സ്റ്റ് ഫ്രൈഡേ വരെ എനിക്ക് എൻ്റെ കേസസ് എല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അത് സിസ്റ്റത്തിൽ നിന്ന് കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഓൾമോസ്റ്റ് ഒരു മൺഡേ ട്യൂസ്ഡേ അല്ലെങ്കിൽ വെനസ്ഡേ അടുത്ത വെനസ്ഡേ ആകുമ്പോഴത്തേനും ആവും. അപ്പോൾ അത് കഴിയുമ്പോഴത്തേനും എനിക്ക് ഇവിടുന്ന് പോവാം. ഇവളുണ്ടല്ലോ എൻ്റെ അടുത്ത് തന്നെ ഇതേടാ ഏമ്പാ. പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ എനിക്കിന്ന് രാവിലെ എൻ്റെ മമ്മി വിളിച്ചിരുന്നു നാട്ടിൽ നിന്ന്. 2 ആഴ്ചയായിട്ട് ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്യാൻ നോക്കണം, പക്ഷേ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് അവരുടെ കോൾ വന്നപ്പോൾ എനിക്കൊരു ഇത്തിരി സമാധാനമായി. ആക്ച്വലി 2 ആഴ്ചയായിട്ട് അവരവിടെ ഉണ്ടായിരുന്നില്ല. നമ്മളുടെ ആ ഭാഗത്തൊക്കെ വെള്ളപ്പൊക്കം. ഞാൻ താമസിക്കുന്നത് പറഞ്ഞാൽ എൻ്റെ വീടെന്ന് പറഞ്ഞാൽ കേരളത്തിൽ, ഡൽഹിയിലല്ല കേരളത്തിൽ. എൻ്റെ മമ്മിയും എൻ്റെ സിസ്റ്ററും വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അവർക്ക് മാറേണ്ടി വന്നു 2 ആഴ്ച. കാരണം വെള്ളം കയറിയിട്ട് ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ ചെറിയൊരു പുഴയുണ്ട്. അപ്പോൾ 2 ആഴ്ച അവർ വേറെ എവിടെയോ താമസിച്ചത്. അപ്പോൾ വെള്ളം കയറി ഫുള്ള് അവർക്ക് മാറേണ്ടി വന്നു അവിടെ നിന്ന്. ഇപ്പോൾ 2 ആഴ്ചയായിട്ട് വെള്ളപ്പൊക്കമായിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. ഞാൻ താമസിക്കുന്നത് പറഞ്ഞാൽ എൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഒരു കുഗ്രാമമാണ്. കറാഞ്ചിറ പറയും, കറാഞ്ചിറ പഴുവിൽ കറാഞ്ചിറ അവിടെയാണ്. ഇപ്പോൾ ലൂക്കയും ലൂസിയും അവരുടെ ഈവനിങ് വാക്ക് കഴിഞ്ഞ് വന്നു. ലൂസി ഗേൾ ലൂക്ക കണ്ടാ കിതച്ച് ചെക്കൻ ആകെ. അപ്പോൾ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അവിടെ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞിട്ട് ആകെ 2 ആഴ്ച ഉമ്മാക്കും പെങ്ങൾക്കും അവിടെ നിന്നൊക്കെ മാറിക്കൊണ്ട് കുട്ടികളുണ്ടായിരുന്നു എല്ലാവരും. ഞങ്ങളുടെ അപ്പുറത്ത് തന്നെ വേറെ വീടുണ്ട്, അപ്പോൾ അവിടേക്ക് മാറി നിൽക്കേണ്ടി വന്നു. എനിവേസ് ഇപ്പോൾ ഓക്കെയാണ്. ഇപ്പോൾ എല്ലാവരും ഇന്ന് എല്ലാവരും അവിടെ വീട്ടിൽ തിരിച്ചു വന്നു, അതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ 2 ആഴ്ച ശരിക്കും ഒരു ടെൻഷനായിരുന്നു. കാരണം അവരെ അറിയുണ്ടായിരുന്നില്ല, അവരെവിടെ ഇരുന്ന് കോൺടാക്ട് ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എനിവേസ് ഒരു സമാധാനമായി. ഇന്ന് ആക്ച്വലി അവിടെ പോയിട്ട് ഒരു ട്യൂസ്ഡേ വെനസ്ഡേ ആകുമ്പോഴത്തേനും എനിക്ക് എൻ്റെ പൈസ കിട്ടണം. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞ മാതിരി എനിക്ക് ഇവിടുന്ന് എല്ലാതും ക്ലിയർ ആക്കിയിട്ട് എനിക്ക് പോകാൻ പറ്റും. അതിന് കുറേ പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. നമ്മൾ വിചാരിക്കണ മാതിരിയല്ല, അത് സിസ്റ്റത്തിൽ നിന്ന് ക്ലിയർ ആക്കണ മാത്രമേ. നമ്മളത് പിന്നെ അമീറിൽ ചെന്നിട്ട് അവരുടെ നിന്ന് ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് മേടിക്കണം. ആ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സമാധാനമുണ്ട്. എമിഗ്രേഷനിൽ കൂടെ പോകുമ്പോൾ വേറൊരു കേസും ഒന്നുമില്ലെന്ന്. അപ്പോൾ എപ്പോഴും നമ്മൾ അമീറിൽ ചെന്നിട്ട് ചെക്ക് ചെയ്യണതാണ് നല്ലത്. അമീറിൽ ചെന്നാൽ അവർക്കൊരു 300-350 ദിർഹം കൊടുത്തു കഴിഞ്ഞാൽ അവരെല്ലാ പോലീസ് സ്റ്റേഷനും എമിഗ്രേഷനും അതും ഇതും എല്ലായിടത്തും ചെക്ക് ചെയ്യും. നമ്മൾക്ക് എന്തെങ്കിലും കേസ് ഉണ്ടോ, ചെറിയ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാലും അത് അവർ അറിയിക്കും നമ്മളെ. അപ്പോൾ അത് അവർ തരുന്ന ആ ക്ലിയറൻസ് പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ക്ലിയറാണ്. പിന്നെ ആ പേപ്പർ വെച്ചിട്ട് നമുക്ക് എമിഗ്രേഷൻ ക്ലിയർ ആയിട്ട് ദുബായ് എയർപോർട്ടോ അബുദാബിയോ ഷാർജയോ എവിടെ നിന്നായാലും ശരി നമുക്ക് ഇവിടുന്ന് ക്ലിയർ ആയിട്ട് പോകാം. അപ്പോൾ ആ ഒരു പേപ്പർ കിട്ടാൻ വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 4-5 ദിവസം കൂടി എടുക്കും. അപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ പേയ്മെൻറ്റ് ഞാൻ ചെയ്ത് കഴിഞ്ഞാലും എൻ്റെ റെൻറ്റിൻ്റെ ഡിസ്പ്യൂട്ടിനുള്ള പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിനും ഒരു 4-5 ദിവസം എടുക്കും അത് സിസ്റ്റത്തിന് ക്ലിയർ ചെയ്യാൻ. പിന്നെ അത് ക്ലിയർ ആയി കഴിഞ്ഞിട്ട് പിന്നെ അമീറിൽ കൊടുക്കണം. അമീറിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് 4-5 ദിവസം അതെടുക്കും. അപ്പോൾ ഒരു 10 ദിവസം അത് കണക്കാക്കിക്കോ. അപ്പോൾ അടുത്ത ആഴ്ച ഇപ്പോൾ പൈസ കിട്ടുമെന്ന് വെച്ചാലും പിന്നെ ഒരു 10 ദിവസം കൂടി. അപ്പോൾ 2 ആഴ്ചയും കൂടി എടുക്കും എനിക്ക് ഇവിടെ നിന്നൊന്ന് ഫുള്ളായിട്ട് പോകാൻ വേണ്ടിയിട്ട്. അതുവരെ പിടിച്ചിക്കണം. നീ എന്താ ഇവിടെ പോയി ഏമ്പാ അവിടെ ഉണ്ടല്ലോ. ഇവരായിട്ട് അതിങ്ങനെ ഫ്രണ്ട്സ് ആയിട്ടില്ല ഇതുവരെ. ഇവളായിട്ടായി ലൂസീനായിട്ട് ഇപ്പോൾ ഓക്കെ ആയി. പക്ഷെ മറ്റോനായിട്ട് അവൻ്റെ സൈസ് വലുതായതുകൊണ്ട് ഇവൾക്ക് കുറച്ച് പേടിയാണ്. ഏമ്പ ഗേൾ എന്ത് പറ്റി? ഇവള് നല്ല കുട്ടിയാണ്. ഇവളായിട്ട് ഒരു പ്രശ്നമില്ല അവൾക്ക്. ലൂസി കുട്ടി കണ്ട സ്നേഹം കണ്ട അവരായിട്ട് ഒരു പ്രശ്നമില്ല. പക്ഷെ ഇവനുണ്ടല്ലോ ഇവൻ പാവ ആക്ച്വലി. പക്ഷെ അവൻ്റെ സൈസ് ഇവൾക്ക് പിടിക്കില്ല. അപ്പോൾ ആ ഒരു ചെറിയ പേടിയുണ്ട് അവനക്ക്. അല്ല അവൾക്ക്, അവനക്കും ഉണ്ട്, അവനും പേടി തന്നെയാണ് അവള്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ഗ്രോസറി ഒക്കെ മേടിക്കാൻ വന്നു. ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ വന്നിട്ട് ഇങ്ങനെ ഒരാഴ്ചയ്ക്കുള്ള ഗ്രോസറി ഞങ്ങൾ മേടിക്കും. ഇന്ന് ഒരു
മൂഡ് നമ്മുടെ ജൂലിയന് കൊഞ്ച് ചെമ്മീനൊന്ന് റോസ്റ്റ് ചെയ്ത് കഴിക്കാനുള്ളത്. അപ്പോൾ അവൻ പറഞ്ഞു ഓക്കെ ഒന്ന് അവനുണ്ടാക്കും. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് സ്പെഷ്യലി. പിന്നെ കുറച്ച് പച്ചക്കറിയും ഇങ്ങനെ സംഭവങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ചങ്ങനെ വീട്ടിലെത്തി. അപ്പോഴത്തേക്കും നമ്മുടെ കുട്ടികൾ ഇവിടെ വൈകുന്നേരം അവർക്ക് ആക്ച്വലി ഒരു വാലും തുറന്നു കൊടുക്കും. ലൂക്കയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പുറത്ത് അവിടെ അടിയിലെ ആൾക്കാർ ജോലിയാണ് നോക്കിയിരിക്കാൻ. ആൾ പേടിച്ചിരിക്കപ്പോൾ, കാരണം എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ ആളുണ്ട് ഏംബർ. നമ്മൾ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ പോസിറ്റീവായിരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് പ്രശ്നം വന്നാലും നമ്മൾ അങ്ങോട്ട് ഹാപ്പി ആവാം. അത്രേ എനിക്ക് പറയാനുള്ളൂ എല്ലാവരോടും. നമ്മൾ ആ പ്രശ്നങ്ങൾ ഇങ്ങനെ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന പിന്നെയും പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുള്ളൂ. അപ്പോൾ അതിനും ഭേദം നമ്മൾ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കാണ്ട് നമ്മളുടെ ജീവിതം നല്ലൊരു പോസിറ്റീവ് തോട്ട്സിൽ ഡെയിലി ജീവിച്ചു കഴിഞ്ഞാൽ മുമ്പിൽ വരുന്നതും എല്ലാതും പോസിറ്റീവായിട്ടേ വരും. പ്രോൺസ് റോസ്റ്റ്, നല്ല അടിപൊളി പ്രോൺസ് റോസ്റ്റ്. ഇപ്പോൾ ഓൾറെഡി സമയം നമ്മളിന്ന് ലേറ്റായി പോയി. ഓൾമോസ്റ്റ് 10-10:30 അപ്പോൾ ഇനി 11 മണിയാകുമ്പോഴത്തേനും നമ്മൾ ഭക്ഷണം കഴിച്ച് പിന്നെ എനിക്കധികം പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ലൂക്കയ്ക്കും ലൂസിക്കും പിന്നെ ഏംബറിനും ഭക്ഷണം കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ നിർത്തിയിട്ട് ഞാനും ലൂസിയും കെട്ടിപ്പിടിച്ചങ്ങ് കിടന്നുറങ്ങാൻ പോകുന്നു. ഗുഡ് നൈറ്റ്.